അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു കൂട്ടം പടയാളികൾ തങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ കുറുകെ കിടക്കുന്ന ഒരു വലിയ മരം തള്ളി നീക്കാൻ കഠിനാധ്വാനം ചെയ്യുകയാണ്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരുടെ മേലുദ്യോഗസ്ഥൻ തൊട്ടടുത്ത് തന്നെ കുതിരപ്പുറത്തിരിക്കുന്നുണ്ട്. ആ സമയം അതുവഴി ഒരു വഴിയാത്രക്കാരൻ കടന്നു വന്നു. പടയാളികൾ മരം തള്ളി നീക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ട വഴിയാത്രക്കാരൻ ആ മേലുദ്യോഗസ്ഥനെ സമീപിച്ച് ചോദിച്ചു, ആ പടയാളികൾ അത്രയേറെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടും നിങ്ങൾ എന്താ അവരെ ഒന്ന് സഹായിക്കാത്തത്? ഉടനെ ആ മേലുദ്യോഗസ്ഥൻ മറുപടി നൽകി, ഞാൻ അവരുടെ കോർപ്പറലാണ്. ഉത്തരവിടുകയും പണിയെടുപ്പിക്കുകയും മാത്രമാണ് എൻ്റെ ജോലി. ഇത് കേട്ട് വഴിയാത്രക്കാരൻ തൻ്റെ കുതിരപ്പുറത്ത് നിന്നും ഇറങ്ങി. ആ പടയാളികൾക്ക് മരം മാറ്റാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരോടൊപ്പം അധ്വാനിച്ച് മരം അവിടെ നിന്നും മാറ്റാൻ സഹായിച്ചു. അതിനുശേഷം അയാൾ യാത്ര തുടരാനായി തൻ്റെ കുതിരപ്പുറത്ത് കയറിയിരുന്ന് ആ പട്ടാള മേലുദ്യോഗസ്ഥൻ്റെ അടുക്കലെത്തി പറഞ്ഞു, ഇനി ഇതുപോലെ സഹായം ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ കമാൻഡർ ഇൻ ചീഫിന് ഒരു സന്ദേശം അയച്ചാൽ മതി. ഞാൻ നേരിട്ടെത്തിക്കോളാം. ആ വഴിയാത്രക്കാരൻ അവിടെ നിന്നും പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ പടയാളികളും അവരുടെ മേലുദ്യോഗസ്ഥനും മനസ്സിലാക്കുന്നത് ആ പോയത് അവരുടെ കമാൻഡർ ഇൻ ചീഫായ ജോർജ് വാഷിങ്ടൺ ആയിരുന്നു എന്ന്. 1775 മുതൽ 1783 വരെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത്. USA ആദ്യ പ്രസിഡന്റായിരുന്നു ജോർജ് വാഷിങ്ടൺ. വിനയവും പരോപകാര സന്നദ്ധതയും ഒരു നേതാവിന് ആവശ്യം വേണ്ട ഗുണങ്ങളാണ്. പരോപകാരം ഒരാളുടെ സ്വഭാവ മഹിമയാണ് കാണിക്കുന്നത്. വിനയം എന്നത് അഭിമാനക്കുറവല്ല, മറിച്ച് അഭിമാനത്തിൻ്റെ ഔന്നത്യമായാണ് കാണേണ്ടത്.